സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 പണിക്കാരുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 4 ആയി, പിന്നെ 8 ആയി, 10 പണിക്കാർ വരെ വന്നിട്ടുണ്ട്. കൂലി ഉദ്ദേശിച്ച് മാത്രമല്ല, സിൽജോ ഇത് തുടങ്ങിയതുകൊണ്ട് സിൽജോനെയും കൂടി പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ സിൽജോനുള്ള ഒരു നന്ദി ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാം. എൻ്റെ പേര് സാജു എം ജേക്കബ് എന്നാണ്. സിൽജോ ചെറുപ്പം മുതൽ തന്നെ ഓരോ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണിയിലൊക്കെ പെയിൻറ്റിങ് ചെയ്യുക, ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുക, ചിത്രങ്ങൾ വരയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിങ്ങനെ വീടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ എൻ്റെ അടുത്ത് സിൽജോ പറഞ്ഞു, ഇങ്ങനെ എനിക്കിങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ പാകത്തിന് മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് 1-2 വേറെ ആശയങ്ങൾ പറഞ്ഞെങ്കിലും നമ്മൾക്ക് യോജിച്ച ഒരു പരിപാടിയാണ് ഇത്. ഈ ജനസിസ് പേപ്പർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. സിൽജോ ഉണ്ടായി 9-ാം ദിവസം അവൾക്കൊരു ഛർദി വന്നു. ഛർദി വന്ന് സിരസിൽ കയറി ആൾ മരിച്ചു എന്നുള്ള കണ്ടീഷൻ വരെ ആയതാണ്. ആശുപത്രി കൊണ്ടുപോയി ചെല്ലുമ്പോഴത്തേക്കും മരിച്ചു എന്ന് കരുതിയാണ് ഞങ്ങൾ കൊണ്ടുപോകണത്. അവിടെ ചെന്ന് ഡോക്ടർ ഇങ്ങനെ കൈയുടെ വെയിനൊക്കെ മുറിച്ചു, ബ്ലഡ് വന്നില്ല. 2 കൈയുടെ മുറിച്ചിട്ടും കിട്ടിയില്ല. 3ാമത് കാലിന് മുറിച്ചപ്പോഴാണ് ബ്ലഡ് അല്പം കണ്ടത്. അവിടെ മരുന്ന് കയറ്റി അങ്ങനെ ആളെ രക്ഷപ്പെടുത്തിയെടുത്തിട്ടും 6 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചിനെ എടുക്കുമ്പോൾ കൊച്ച് തളർന്നു പോകുമായിരുന്നു. വലതു വശത്തേക്കും ഇടതു വശത്തേക്കും ഫ്രണ്ടിലേക്കും. അപ്പോൾ ഒരു ബലമില്ലാത്ത രീതിയിൽ ഞങ്ങളത് കഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ എങ്ങനെ ചികിത്സിച്ച് കുറേ നാൾ ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഈ തളർച്ച മാറി തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം ചികിത്സ ഇങ്ങനെ 6 വർഷം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. 6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുവിധം ആൾ ബലമായി തുടങ്ങി. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് ചികിത്സിച്ചാൽ മതി, മരുന്ന് എഴുതി തന്നു. ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ചികിത്സിച്ചുകൊണ്ട് കിടന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അവളുടെ പതുക്കെ ഈ ശരീരമൊക്കെ ടെമ്പറായി തുടങ്ങി. വീണ്ടും തിരുവനന്തപുരം തന്നെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ചികിത്സിച്ചിട്ടും പിന്നെ ഒരു പ്രയോജനം, അത് ആ ടെമ്പറായത് കൂടുതൽ വരെയല്ലാതെ കുറഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങൾ ഒരു 20 വയസ്സ് വരെയും അങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരുന്നു. പിന്നെ ചികിത്സ പിന്നെ ഞങ്ങൾ ആയുർവേദത്തിലേക്കാക്കി. തിരുമിയൊക്കെ കഴിഞ്ഞിട്ടും വലിയ മാറ്റമൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. കാര്യം എൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിലും സിൽജോ അധികം ക്ലാസ്സിലൊന്നും വന്നിരുന്നില്ല. പരീക്ഷയ്ക്ക് മാത്രം സാറ് കൊണ്ടുവരുന്ന പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. കാര്യം സിൽജോ എന്നെ ടീച്ചറെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ സിൽജോയുടെ പഠിപ്പിക്കുന്ന കാര്യമായിട്ട് കൂടുതലൊന്നും ബന്ധപ്പെട്ടിരുന്നില്ല. ക്ലാസ്സിൽ കൊണ്ടുവരാതെ സാറ് തന്നെ പ്രൈവറ്റായിട്ട് ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ പേര് ഫീന തോമസ്. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞ് പ്രൊമോഷനായിട്ട് HM-ആയിട്ട് 2012 പിരിഞ്ഞു. അതിനുശേഷം വീട്ടിൽ വെറുതെയൊക്കെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ടൊരു ദിവസം സിൽജോയുടെ പോസ്റ്റിംഗ് ഉണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ ഞാൻ സിൽജോനെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഇട്ടു, റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്കും വരാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂടാതെ സാറിനെ വിളിച്ചു. സാറിൻ്റെ നമ്പർ സിൽജോയുടെ ഫാദർ എൻ്റെ കോവർക്കറായിരുന്നു. സാറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ സാറിനെ വിളിച്ചു. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞു. ദിവസവും രാവിലെ അൻസി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ പിന്നെ എനിക്ക് യാത്രയുടെ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മണിറ്ററി ബെനിഫിറ്റൊന്നും ഇല്ലെങ്കിലും ഇവിടെ വന്ന് സന്തോഷമായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് ഇതൊരു പുതിയൊരു പഠിത്തമായി ഇങ്ങനെ പോകുന്നു. അസമന്നൂരാണ് വീട്. ഒരു 30 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. രാവിലെ വൈകുന്നേരവും നടന്നു വന്നു.
പിന്നെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്, അമ്മയുടെ മരണശേഷം ഒറ്റയ്ക്കാണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പണി വേണമെന്ന് തോന്നി. അങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ പറഞ്ഞേ. ഇവിടെ വന്നു. ഈ 1-ാം തീയതി മുതൽ അവിടെ വന്നേ, പഠിച്ചെടുത്തു. എനിക്ക് വളരെ ആശ്വാസം. സിൽജോടൊപ്പം എന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് ചെറിയൊരു വരുമാനവും സമയവും പോവും. അപ്പോൾ ഈ കമ്പനി നിലനിൽക്കുന്നിടത്തോളം കാലം സിൽജോടൊപ്പം നിൽക്കാൻ തന്നെയാണ് വിചാരിച്ചത്. സന്തോഷമുണ്ട്. മമ്മി മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വെറുതെ ഇരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങണമെന്ന് തോന്നി. അങ്ങനെ പോയ പരിപാടിക്ക് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു കേക്ക് ബാഗ് കണ്ടു ഒരു ദിവസം. അപ്പോഴാണ് ഒരു പേപ്പർ ബാഗിനെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ സംരംഭത്തിന് തുടങ്ങിയത്. പ്ലാസ്റ്റിക് നമുക്ക് ഇക്കോ ഫ്രണ്ട്ലി അല്ലല്ലോ. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാത്ത പേപ്പർ തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നത്. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇക്കൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ. അതുകൊണ്ട് പേപ്പർ ബാഗാണെങ്കിൽ നമുക്ക് ഇക്കോ ഫ്രണ്ട്ലി ആണല്ലോ. അതാണ് എൻ്റെ ഇത്. ചിലർക്ക് മറ്റേ പ്ലാസ്റ്റിക് ബാഗ് തന്നെ മതി. ഇപ്പോഴും അവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് നമ്മൾ പേപ്പർ ബാഗിലോട്ട് മാറ്റി ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത് നിലവിൽ. ഇപ്പോഴും അവർക്ക് ലാഭം മറ്റേ പ്ലാസ്റ്റിക് ബാഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പേപ്പർ ബാഗിലോട്ട് മാറ്റിയെടുക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർ ഇങ്ങോട്ട് വരുന്ന ക്ലയൻസ് കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ചെയ്യണം. ഈ പേപ്പർ ബാഗാണെങ്കിൽ നമുക്ക് പ്രകൃതിക്ക് ദോഷമല്ലല്ലോ. ഒരു പ്ലാസ്റ്റിക് ബാഗൊക്കെ ആണെങ്കിൽ പ്രകൃതിക്ക് ദോഷമാണല്ലോ. അപ്പോൾ എല്ലാവരും പേപ്പർ ബാഗിലോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും. അതാണ് നല്ലതും.